ഹായ് ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു ടേബിൾ ഓർഗനൈസേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ ഒരു ഓർഗനൈസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ആണ്. എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഓർഗനൈസർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരേ സൈസിലുള്ള 2 കാർഡ്ബോർഡ് പീസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കാർഡ്ബോർഡ് പീസിൻ്റെയും അടി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടാണ്. കാരണം നമ്മളെ വെയിറ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ 2 കാർഡ്ബോർഡ് പീസ് മാത്രമേ നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പേപ്പേഴ്സും എടുത്തിട്ടുണ്ട്. ഈ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസിനെ കവർ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ കവറിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് അടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാം കേട്ടോ. വാൾപേപ്പർ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഓർഗനൈസർ ആക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് രീതിയിലും ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യാം. കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് വെക്കുമ്പോൾ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കവർ ചെയ്താലാണ് ആ ഒരു ഭംഗി കിട്ടുക. അപ്പം ഞാൻ ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ഫുൾ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അകത്തും ഞാനൊരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഓർഗനൈസറിന് 4 കാലുകൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് പേപ്പർ റോളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് വെക്കുന്ന ഈ സാധനം ഏതോ ഒരു ബൊക്കെ എങ്ങാണ്ട് അഴിച്ചു വന്നപ്പോൾ കിട്ടിയ അതൊരു സ്ട്രോ ആണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കിട്ടും. ഇത് വെക്കണമെന്നില്ല. നോർമൽ നമ്മൾ ഈർക്കിലില്ലോ, അതൊന്ന് വെച്ചാലും മതി. അത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 റോള് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ 4 റോളുകളും നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ടും ഒട്ടും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബേസ് എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ 4 മൂലയ്ക്കായിട്ട് ഇതിങ്ങനെ പേപ്പർ റോള് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ടോപ്പിലായിട്ട് മറ്റേ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് പരിപാടിയിലായിട്ട് പോകാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പെയിൻറ്റിങ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് ഈ വൈറ്റ് ആയിട്ട് ഇട്ടേക്കുന്നെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. കാലിന് റെഡ് അടിച്ചു കൊടുക്കുകയാണ്. 4 കാലിനും റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സിന് വ്യത്യസ്തമായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ മൂടിയില്ലേ, കളർ പെയിൻറ്റിൻ്റെ മൂടി, ആ മൂടിയിൽ കളർ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പെന്നിൻ്റെ ടിപ്പിൽ ഇതുപോലെ കളർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി ഒരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാക്സിമം സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.